ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു ഡേ ആണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 1 അപ്പോൾ ഏപ്രിൽ ഫുളിനാണ് ഞങ്ങൾ ഈ ഒരു യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം, അതായത് മാർച്ച് 31 നൈറ്റ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാർച്ച് 31 ഈസ്റ്റർ ഡേയിലായിരുന്നു നമ്മുടെ ആ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് അവസാനിക്കുന്ന ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് വരെ ഞാൻ ആ ഒരു വീഡിയോ അന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് ഫുൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം ആണ് കേട്ടോ ഈ ഒരു പാക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയൊക്കെ കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാനുള്ളത്. അപ്പം ഇതേ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറേ അധികം സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ അത്രയും ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് പറയാം. അപ്പം ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അതായത് ഇത്ര കാലം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 7-ാം മാസത്തിൽ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് കൊടുപ്പിന് ഒരു 2-3 ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം ഇച്ചിരിയും കൂടി ഒന്ന് ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്തു. ഇപ്പോഴാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ആ ഒരു കണ്ണൂരേക്കുള്ള യാത്രയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു 9 മണി ഒക്കെ ആയിട്ടുണ്ടാവുമെന്ന് കേട്ടോ. അപ്പം രാവിലെ ഇറങ്ങണം, യാത്ര തിരിക്കണമെന്നൊക്കെ വിചാരിച്ചാലും എല്ലാമൊക്കെ പാക്ക് ചെയ്തും ബാക്കി കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ദിവസം എന്ന് പറയുന്നത് മൺഡേ ആയിരുന്നു. അപ്പം ഏപ്രിൽ 1 കേട്ടോ ഈ ഒരു ഡേ എന്ന് പറയുന്നത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 2 ദിവസത്തേക്കാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറ്റയടിക്ക് പോകാണ്ട് കുഞ്ഞിപ്പെണ്ണിനൊരു ആ ഒരു ടയേർഡൊന്നും തോന്നാണ്ടിരിക്കാൻ. ആൾക്ക് വണ്ടിയിൽ അത്രയ്ക്കും ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വണ്ടിയിലിരുന്നിട്ട് ചെയ്യാനില്ലല്ലോ. അപ്പം അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഓടിക്കളിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എഴഞ്ഞ് നടക്കലും കളിക്കലും പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ അത്രയധികം ഇരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 2 ദിവസം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അന്നത്തെ ദിവസം നൈറ്റ് ഞങ്ങൾ തൃശ്ശൂരാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ വടക്കുംനാഥൻ ടെമ്പിളിൻ്റെ അടുത്തായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് നൈറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു ഇതൊക്കെ കഴിഞ്ഞു, ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കിപ്പം നടത്തം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഇങ്ങനെ ഓട്ടമാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ കുറേ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ പോകുന്നത്. ഇനി കുഞ്ഞുനാളിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉഷാറാണ് കേട്ടോ. വണ്ടിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വേറെ ഒന്നും അവൾക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെയൊക്കെ വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ലാണ്ട് ഇവിടെ വരെ എത്തി. അപ്പോൾ അവിടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ, ആ ഒരു 2024 എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫുള്ള് പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുള്ള അവിടുത്തെ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു പഴമ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗുരുകൃപ ഹെറിറ്റേജ് എന്നാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് നമുക്ക് കാണാൻ എല്ലാ തടിയിലാണ് അവിടുത്തെ ആ ഒരു പണികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം ഞങ്ങളെടുത്തിട്ടുള്ള ആ ഒരു റൂമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നല്ല നീറ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ആ ഒരു ബെഡിൽ കുത്തിമറിയലാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഒരു മാലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാലയൊക്കെ വെച്ചിട്ടുള്ള കളികളും പരിപാടികളൊക്കെ ആയിരുന്നു അവിടെ. അപ്പം പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ഇനി ഇവിടുന്ന് കണ്ണൂരേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേദിവസം നൈറ്റ് പ്ലാൻ ചെയ്തത് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണമെന്നാണ്. അപ്പം ഉറങ്ങി ഞങ്ങൾ ഈ ഒരു സമയമായി കേട്ടോ. എണീറ്റ് ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പാക്കപ്പായി ഇറങ്ങിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു റൂമിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കാണാൻ അത്യാവശ്യം നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഇത്. അപ്പം ഈ ഒരു വണ്ടി ഫുൾ ലോഡാണ് കേട്ടോ. അപ്പം കുഞ്ഞിപ്പെണ്ണിൻ്റെ സാധനങ്ങളും അവളുടെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ എൻ്റെ സാധനങ്ങളും യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഫുൾ വണ്ടി ലോഡായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ പ്രശ്നമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുറേ നേരം ഇറങ്ങിയൊക്കെ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പയ്യനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുന്ന വഴിക്ക് പോകാനിറങ്ങിയ സമയത്ത് വീണ്ടും ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ വടക്കുംനാഥൻ ടെമ്പിളിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വീണ്ടും കുറച്ച് നേരം കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം റോഡെല്ലാം അത്യാവശ്യം നല്ലോണം റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ടോയെന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് കേട്ടോ. കാരണം ഒരു വർഷത്തിലേറെ ആയിട്ട് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പം അതിനു മുൻപ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിലും അവരെ ഇനി കാണാൻ പറ്റില്ലല്ലോ, വിട്ടിട്ട് വരുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക്. ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു കാര്യങ്ങളും ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അതായത് ഇനിയിപ്പോൾ സങ്കടമാണെങ്കിലും ഒരാളോടുള്ള ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും അത് അപ്പം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ചിലർ എത്ര സങ്കടം വന്നാലും ഉള്ളിൽ പിടിച്ച് നിൽക്കും, ഒരു കരയാണ്ട് പിടിച്ച് നിൽക്കും. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ടപ്പേന്നാണ് കേട്ടോ കരച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു വലിയ കരച്ചിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഇത്ര കാലം ജനിച്ചപ്പോൾ മുതൽ ഇത്ര കാലം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ ഇനി അവൾക്ക് കാണണമെങ്കിൽ ഇനി കുറച്ച് നാൾ ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അവൾക്ക് അവരെ എല്ലാവരെയും മിസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളെങ്ങനെ ആ
ഒരു സാഹചര്യത്തിനോട് എന്താ പറയുക അഡ്ജസ്റ്റ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലസ് വിഷമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം വന്നിട്ടിപ്പം കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്ര പ്രതീക്ഷ പോലെയുള്ള വലിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഈ ഒരു സാഹചര്യത്തിനോട് അഡ്ജസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇനി പതിയെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി പതിയെ ആ ഒരു പഴയ ലെവലിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പം കുറച്ച് ദിവസം ഞാനൊന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തൊന്ന് ക്ലിയർ ആക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ച് ആരെങ്കിലുമൊക്കെ ഇനി കാണാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചലഞ്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കൂ. ആ ഒരു ചലഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇനി ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി പതിയെ ഞാൻ ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് മാഹി ബൈപ്പാസാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ആൾ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഉണരുന്ന സമയത്തൊക്കെ ദേഷ്യം വരും, അങ്ങനെ വൻ ബഹളമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നിന്ന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു യാത്ര ഫുൾ ഉണ്ടായിരുന്നത്. അപ്പം പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ആൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതായതുകൊണ്ട് തന്നെ നല്ലോണം ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ മാഹി പള്ളിയൊക്കെ മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ മാഹി കാണാനൊക്കെ ഒരു രസമാണ്, അവിടുത്തെ കാഴ്ചകളൊക്കെ മിസ് ചെയ്തു. പകരം ആ ഒരു ബൈപ്പാസിൽ കൂടി പോകുന്ന യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള ഈ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും വെച്ചിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഞാൻ ആ ഒരു സമയത്തൊക്കെ വേറെ കുഞ്ഞു പെണ്ണിൻ്റെ എന്തെങ്കിലുമൊക്കെ കളികളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാനതൊക്കെ മറന്നുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ കേട്ടോ.